സുഹൃത്തുക്കളെ, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ട ഒരു വീഡിയോ എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ, അതുല്യനായ കലാകാരൻ്റെ, മലയാള സിനിമ അടക്കി വാഴുന്ന മലയാള സിനിമയുടെ മൂത്തോൻ്റെ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഇതിഹാസത്തിൻ്റെ, എക്കാലത്തെയും ഇതിഹാസം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ പത്മഭൂഷൺ അവാർഡ് വാങ്ങാനായിട്ട് വേദിയിലേക്ക് കടന്നു പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഭ്രമയുഗം എന്ന് പറയുന്നൊരു സിനിമ, ആ ഒരു സിനിമയിൽ അദ്ദേഹം പങ്കുവെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഈ ഒരു വർഷത്തെയും മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയതും മമ്മൂക്ക തന്നെയാണ്. മികച്ച ചിത്രം അല്ലെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് വാങ്ങാനായിട്ട് പ്രധാന കാരണമായ ചിത്രം ഭ്രമയുഗം തന്നെയായിരുന്നു. ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു താര പദവിക്ക് അപ്പുറത്തേക്ക് മാറി ഒരേ സമയം ചാത്തനായിട്ടും ഒരേ സമയം ഒരു നടനായിട്ടും നായകനായിട്ടും വില്ലനായിട്ടും എല്ലാ രീതിയിലും അഭിനയിച്ചിരുന്ന, ചാത്തനായിട്ടും പോറ്റിയായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും അഭിനയിച്ചിരുന്ന ഒരു രീതിയിലായിരുന്നു ആ സിനിമ എടുത്തിരുന്നത്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഉറപ്പിച്ചതാണ്, ഒരു അവാർഡ്, ഒരു നാഷണൽ അവാർഡ് എന്നതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിന് ഒരു വലിയ ബഹുമതി കിട്ടാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന് ഇന്ന് പത്മഭൂഷൺ കിട്ടിയിരിക്കുകയാണ്. 50-55 വർഷങ്ങൾക്ക് മുകളിൽ മലയാള സിനിമയിലും മറ്റുള്ള പല സിനിമ ഇൻഡസ്ട്രിയിലും ഫിലിം ഇൻഡസ്ട്രിയിലും അരങ്ങ് തെളിയിച്ച ഒരു മനുഷ്യന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ കാലം കാത്തുവെച്ചൊരു അവാർഡ് അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നൊക്കെ നമുക്ക് ഈ പത്മഭൂഷണെ പറയാം. എന്തുകൊണ്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് പല അവാർഡുകളും നിരസിക്കപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ഒരു ഈ പറയുന്ന രാഷ്ട്രീയം കൊണ്ടായിരിക്കാം, അല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ടല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിനയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസം ആയിരുന്നു. ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ ചായ്വ് ഉണ്ടായിരുന്ന, പല കാര്യങ്ങളിലും ബ്രാൻഡ് അംബാസഡറും ചെയർമാനും ഒക്കെ ആയിരിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് അവാർഡ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വലിയ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണയും അദ്ദേഹത്തിൻ്റെ പേര് ഓസ്കാർ അക്കാദമിയിൽ വരെ വരുമ്പോഴും അതെല്ലാം തള്ളി മാറ്റാനും, അല്ലെങ്കിൽ ഓസ്കാർ അക്കാദമിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സംഘികൾ കളിച്ചിട്ടുള്ള പല കളികളും നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നത്തെ സംഘിപുത്രന്മാരായിട്ടുള്ള മേജർ രവി അടക്കമുള്ള ഒരുപാട് നിരയിലുള്ള ആളുകൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യന് അവാർഡ് കിട്ടാത്ത രീതിയിലേക്ക് ഇത്രയും കാലം അദ്ദേഹത്തിനെ മാറ്റി ഒറ്റപ്പെടുത്തി നിർത്തുകയുണ്ടായി. നമുക്കറിയാം, മോഹൻലാൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ, അതുല്യനായ ഒരു കലാകാരൻ തന്നെയാണ് ലാലേട്ടൻ. അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുന്നു. ഏതാണ്? ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. ഈ ദേശീയ അവാർഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പരമോന്നത ബഹുമതി എന്നൊക്കെ നമുക്കതിനെ പറയാം. അത്രയും ബഹുമതിയുള്ള ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് മമ്മൂക്കയുടെ വീട്ടിലേക്ക് ED കയറ്റി റെയ്ഡ് നടത്തുന്നു. എന്തിനാണ്? മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനുമൊക്കെ ED റെയ്ഡ്, അല്ലെങ്കിൽ ആ കസ്റ്റംസിൻ്റെ വാഹനം അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നു. ഒത്താശ ചെയ്ത് കൊടുക്കുന്ന മമ്മൂട്ടി, അങ്ങനെ മമ്മൂട്ടിയുടെ കാർ പോർച്ചിൽ വാഹനം കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസംഗി മുസംഗി ഹിസംഗി എല്ലാവരെയും കൊണ്ട് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. ആണൊരുത്തൻ്റെ നെഞ്ചിലെ ചൂടല്ല, നെഞ്ചിൻ്റെ പവർ അറിയാതെയാണ് ഈ പറയുന്ന ആണും പെണ്ണും കെട്ടവന്മാർ ED എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നത്. അങ്ങനെ കയറി ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ? ആട് കിടന്നിട്ട് ആടിൻ്റെ പൂടെയെങ്കിലും വേണ്ടേ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. അങ്ങനെ അടപടലം തേഞ്ഞൊട്ടി തിരിച്ചു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ രോമത്തിൽ പോലും തൊടാൻ സാധിക്കാതെ, ഈ നന്ദഗോപാൽ മാരാർക്ക് വിലയിടാനായിട്ടില്ല എന്നൊക്കെ പറയുന്നത് പോലെ, രോമത്തിൽ പോലും തൊടാൻ സാധിക്കാതെ എല്ലാവരും തിരിച്ചു പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണല്ലേ, പത്തി മടക്കി തിരിച്ചു പോകുന്നത്. അങ്ങനെ ആ ഒരു രാഷ്ട്രീയം, മമ്മൂക്കെ ഊന്നിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെയായിരുന്നു ഇവന്മാരുടെ എല്ലാം പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് സംഘികൾക്ക് കുരു പൊട്ടി വിരളിയെടുത്ത് മമ്മൂട്ടിയുടെ വീട്ടിലേക്കും മമ്മൂട്ടിയുടെ കുടുംബത്തിനെതിരെയും എല്ലാം കളിച്ചത്. ഒന്നും എങ്ങും എത്താതെ ആയപ്പോൾ അവസാനം കളികളെല്ലാം ഒതുക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ പലതവണ, ഒരുപാട് തവണ മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട അവാർഡുകൾ, ഏറ്റവും നല്ല സിനിമകൾ, എത്രയോ സിനിമകളുണ്ടല്ലേ, വിരലിലെണ്ണാവുന്ന സിനിമകളല്ല. പേരെടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് മതിയായെന്ന് വരില്ല. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒട്ടനവധി സിനിമകളിൽ തൻ്റെ അഭിനയ വൈഭവം കാഴ്ചവെച്ചുള്ള ഒരു ഭ്രാന്തനായിരുന്നു മമ്മൂട്ടി. ഒരിക്കൽ ശ്രീനിവാസൻ തന്നെ പറയുകയുണ്ടായി, നമ്മുടെ മൺമറഞ്ഞു പോയ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ പറയുകയുണ്ടായി, മമ്മൂട്ടിക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് എന്താണ്? മാനസിക വിഭ്രാന്തി ഒന്നുമല്ല. അദ്ദേഹത്തിന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഭ്രാന്താണ്. ആ സിനിമ എന്ന് പറയുന്ന ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു കുഞ്ഞ് മാത്രമാണ് ഇന്നും മമ്മൂക്ക. ഈ 75 അല്ലെ 76 വയസ്സായിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ ഉള്ളുകൊണ്ട് ഇപ്പോഴും ചെറുപ്പമാണ്. ആ ചെറുപ്പം തന്നെയാണ് മമ്മൂക്കയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിലും ആ ഒരു സംസാരത്തിലും ആ നൃത്തത്തിലും എല്ലാം നമുക്ക് പ്രകടമാകുന്നതും. ആ ചെറുപ്പം മമ്മൂക്ക നിലനിർത്തുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടൊപ്പം കൂടുതലായിട്ട് ഇടപഴകുക, ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക. അദ്ദേഹം ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ നമ്പറിൽ മാത്രം, പ്രായം എന്ന് പറയുന്ന ഒരു അക്കം മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ആ ഒരു അക്കത്തിന് മാത്രമേ എണ്ണം കൂടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു വലിപ്പം കൂടുന്നുള്ളൂ. അദ്ദേഹത്തിന് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ന് പത്മഭൂഷൺ എന്ന് പറയുന്നൊരു അവാർഡ് നേരിട്ട് വാങ്ങിയിരിക്കുകയാണ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളിപ്പോൾ കണ്ടതാണ്. മമ്മൂക്ക അവിടേക്ക് ആ വേദിയിലേക്ക് കടന്നു പോകുന്നത്. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി കാണിച്ചു തരാം.
കണ്ടോടാ മക്കളെ, മമ്മൂക്കയുടെ മരണം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് മക്കളുണ്ട് ഇവിടെ. ഞാനിട്ടൊരു വീഡിയോയുടെ താഴെ ഒരാളുടെ കമൻറ്റ് ഇട്ട്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. സലീം കുമാർ എന്ന് പറയുന്നൊരു മനുഷ്യന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു സ്മാരകം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. അങ്ങനെ കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടൊരു സന്തോഷം, അങ്ങനെ എന്തൊരു പറയുന്ന ഒരുതനാണ്, അവൻ്റെ പേരിലൊന്നും വലിയ പ്രസക്തിയില്ല. അപ്പോൾ അവനിട്ട കമൻറ്റ് ഇങ്ങനെയാണ്: ഈള് ചത്തില്ലേ, മമ്മൂട്ടി എന്ത് ചെയ്യും, മമ്മൂട്ടി ചത്തില്ല. അവിടെ നിങ്ങൾ ഓർക്കണം, മമ്മൂട്ടിയുടെ പേരൊന്നും നമ്മൾ പരാമർശിച്ചിട്ടില്ല. ഒരു കാര്യം മമ്മൂട്ടിയെ പറ്റി പറയുന്നില്ല. വയനാട് വിഷയത്തെ പറ്റി പറയുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴാണ് ഈ സംഘിക്കുട്ടനോ അല്ലെങ്കിൽ കമ്മിക്കുട്ടനോ അല്ലെങ്കിൽ കൊങ്ങിക്കുട്ടനോ ഏതോ ഒരു കുട്ടനാണ് ഇവൻ. അവൻ ആരുടെ മോനാണെന്ന് അവന് പോലും അറിയില്ല. അപ്പോൾ നമ്മളൊരു കുട്ടൻ പട്ടം ചാർത്തി കൊടുത്തിട്ടും കാര്യമില്ല, അവൻ അച്ഛനെ കണ്ടുപിടിക്കാൻ പാടാണ്. അപ്പം അങ്ങനെ ഇവൻ പറഞ്ഞത് മമ്മൂട്ടി എവിടെ ചത്തോ, മികച്ച നടനുള്ള അവാർഡ് വാങ്ങാനായിട്ട് ഈ മണ്ടൻ മമ്മൂട്ടി എവിടെയോ പോയിട്ടുണ്ട്, ഇവൻ്റെ കോണേടിയൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെഴുകലുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് മമ്മൂട്ടിയുടെ മരണം കാത്തിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലേ. പല സമയങ്ങളിലും പല രീതിയിലും മെഴുകലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ചാവാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ചാവാലിപ്പട്ടികളുടെ കമൻറ്റ് അല്ലേ, കമൻറ്റോളികളുടെ മെഴുകലുകൾ എന്നൊക്കെ നമുക്ക് ഇതിനെ വേണേൽ പറയണം, അങ്ങനെ തന്നെ പറയണം. മമ്മൂട്ടി ചാവാൻ വേണ്ടിയിട്ടും മമ്മൂട്ടിയുടെ ചാവടിയന്തരം ആഘോഷിക്കാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇത് ഏത് ഫാൻസ് അസോസിയേഷൻ്റെ ബന്ധത്തിൽ വരുന്നവരാണെന്നോ ആരുടെ മക്കളാണെന്നോ ഒന്നും അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. അപ്പം അങ്ങനെ ഈ രീതിയിലും ഒരു കമൻറ്റ് ഇടുകയുണ്ട്, നമ്മൾ അതിനെ റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കണ്ടൊരു വേറൊരു വീഡിയോ ഉണ്ട്, അതെന്തായാലും നിങ്ങളെ കാണിക്കാതെ നിവർത്തിയില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നൂറ്റാണ്ടുകൾ നീണ്ട ഒരു യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടുന്നൊരു ബഹുമതി, പരമോന്നത ബഹുമതിയെക്കാളൊക്കെ അപ്പുറം മമ്മൂക്ക് ഈ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ ഫാൽക്കെ അവാർഡിൻ്റെ അത്രയും വലുപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലേ. ഫാൽക്കെ അവാർഡിനേക്കാളും ചെറുതോ വലുതോ എന്തുമായിക്കോട്ടെ, മലയാളത്തിലുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എന്നേ ഇടം പിടിച്ചൊരു മനുഷ്യനാണ്. ഈ അവാർഡുകളുടെ, സംഘികളുടെ അവാർഡുകളുടെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം തൻ്റെ പല സിനിമകളും ഓസ്കാർ വേദിയിലേക്ക് ഈ നോമിനേഷൻ അയക്കുന്ന സമയത്ത് പലരെയും വെച്ച് ഇടനിലക്കാരായിട്ട് നിർത്തിക്കൊണ്ട് ആ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘികളും കൊങ്ങികളും ഒക്കെ കളിക്കുമ്പോൾ അതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. തനിക്ക് അർഹതപ്പെട്ടത്, തൻ്റെ ഭ്രാന്തിനുള്ള മറുപടി തനിക്ക് എന്തെങ്കിലും കിട്ടും, ആ കിട്ടുന്ന അംഗീകാരത്തിൻ്റെ വാല്യൂ ഉണ്ടാവുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ മമ്മൂക്ക അതിനെതിരെ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല, നാളിതുവരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടുമില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഇന്ന് ആ കാലം കാത്തുവെച്ചൊരു ബഹുമതി അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ റിപ്പോർട്ട് ചാനൽ പങ്കുവെച്ചൊരു വീഡിയോ കാണാനായിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങളെ കൂടി കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കൂടെ പോവാം. മലയാള സിനിമ ഒരു നടനെ കണ്ടെത്തി, പിന്നെ ഒരു താരത്തെ, ഒടുവിൽ ഒരു ഇതിഹാസത്തെ, ഒരു മഹാനടനെ. കാലം മാറി, സിനിമ മാറി, തലമുറകൾ മാറി, ഒപ്പം അയാളും മാറിക്കൊണ്ടിരുന്നു. ഓരോ കഥാപാത്രത്തിലും സ്വയം പുനർനിർമ്മിച്ചു, ഓരോ സിനിമയിലും സ്വന്തം അതിരുകൾ ഭേദിച്ചു. മൃഗയ, അമരം, വിധേയൻ, CBI സീരീസ്, ദി കിങ്, വാത്സല്യം, രാജമാണിക്യം, പ്രാഞ്ചിയേട്ടൻ, പാലേരി മാണിക്യം, പേരൻപ്, ഭ്രമയുഗം, അങ്ങനെ 5 പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾക്ക് ഓർമ്മിക്കാവുന്ന കഥാപാത്രങ്ങൾ, തലമുറകൾ ഏറ്റുപറഞ്ഞ ഡയലോഗുകൾ, കാലത്തെ അതിജീവിച്ച താരപദവി. ദേശീയ പുരസ്കാരങ്ങൾ വന്നു, റെക്കോർഡുകൾ വന്നു, ബഹുമതികൾ വന്നു. പക്ഷേ അയാളുടെ ഏറ്റവും വലിയ പുരസ്കാരം പ്രേക്ഷകരുടെ സ്നേഹം തന്നെയായിരുന്നു. ഇന്ന് പത്മ പുരസ്കാരം സ്വീകരിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. അറിയാലോ, മമ്മൂട്ടിയാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ കിടന്ന് കളിച്ചാലും ഏതൊക്കെ രീതിയിൽ മെഴുകിയാലും നിൻ്റെ ഒന്നും ഔദാര്യമായിട്ടുള്ള ഒരു അവാർഡും ഞങ്ങൾക്ക് ആർക്കും ആവശ്യമില്ല. മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ആ ഒരു അവാർഡ് മമ്മൂട്ടി കിട്ടേണ്ട, അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള വിഷമം ഒന്നുമില്ല. മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം എത്രത്തോളം ഈ ഒരു അവാർഡുകൾക്ക് ഡിസേർവ്ഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അത്രമാത്രം ഡിസേർവ് ആയൊരു മനുഷ്യനെ അകറ്റി നിർത്തുന്നത് എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അത് ശുദ്ധ പോക്കത്തരവും തന്തയ്ക്ക് പുറക്കഴിയാൻ തന്നെയാണ്. അത് പക്ഷേ നിങ്ങൾ എത്ര മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് അവാർഡ് കൊടുക്കേണ്ടെന്ന് ചിന്തിച്ച് നിങ്ങൾ എത്രയൊക്കെ അവഗണിച്ചെന്ന് പറഞ്ഞാലും, ആ ഒരു മനുഷ്യന് അവകാശപ്പെട്ടതാണെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അർപ്പണബോധം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ അർപ്പണബോധം ഒന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയതും ഈ കാണുന്ന അവാർഡിന് വേണ്ടിയിട്ട് ആ ഒരു വേദിയിൽ അദ്ദേഹം അഭിമാനത്തോടു കൂടി വന്ന് നിൽക്കുന്നതും. ആരുടെയും കാല് നക്കിയിട്ടോ ആരുടെയും മുന്നിൽ പോയി കുനിഞ്ഞു നിന്നിട്ടോ ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിന്നിട്ടോ അടിമപ്പണി ചെയ്തിട്ടോ കിട്ടിയൊരു അവാർഡല്ല എന്ന് സാരം. പലരും ചെയ്യുന്നുണ്ട് കേട്ടോ, പലരും അവരെ അനുകൂലിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പോക്രിത്തരങ്ങളും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നാഴേക്ക് 40 വട്ടവും പണിയെടുക്കുന്നതായതുകൊണ്ട് പലർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരുടെയും പേരൊന്നും പറയുന്നില്ല.
ഇതിപ്പോൾ നിങ്ങൾ പറയും ഞാൻ ലാലേട്ടനെ പറയും, ഞാൻ അങ്ങനെ ലാലേട്ടൻ എന്നുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്ത് വന്നാലും സംഘികളോടൊപ്പം സഖ്യം ചേർന്നാലേ അവാർഡ് കിട്ടൂ എന്ന് പറയുന്നൊരു രീതിയിലേക്ക് നാഷണൽ അവാർഡും അതേപോലെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഇതൊക്കെ മാറി. കഴിവിനല്ല പ്രാധാന്യം, അവരുടെ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കളിച്ച കളികളൊക്കെ നമുക്കറിയാം. ഇന്ന് നിർബന്ധിതമായിട്ട് മമ്മൂട്ടിയുടെ ഉള്ളിലുള്ള ആ ചാത്തൻ അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്തിരിക്കുകയാണ്, അവരെ എല്ലാവരെയും ഒരു ലൂപ്പിൽ പെടുത്തിയിരിക്കുകയാണ്. ആ ലൂപ്പിനുള്ളിൽ പെട്ടുപോയിരിക്കുകയാണ് ആളുകൾ. നമുക്കറിയാം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മലയാള സിനിമയെ വാനോളം ഉയർത്തി അങ്ങ് അമേരിക്കയിലുള്ള ഓസ്കാർ അക്കാദമിയിൽ ആരും നോമിനേഷൻ കൊടുത്തൊരു ചിത്രമല്ല, ഓസ്കാർ അക്കാദമി തന്നെ തിരഞ്ഞെടുത്തൊരു ചിത്രമായിട്ട് നമ്മുടെ ഈ ഭ്രമയുഗം പോയത് നമുക്കറിയാം. അങ്ങനെ ആ ഭ്രമയുഗം അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. വലിയ വരവേൽപ്പും വലിയ ആദരവും വലിയ കയ്യടിയും ഒക്കെ ആയിരുന്നു മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്കും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ പറ്റി പറയുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്നത്. എടാ, മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്ന അയാൾ സിനിമയിൽ വന്നതുകൊണ്ടൊന്നുമല്ല. സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിനെ മെഗാസ്റ്റാർ എന്ന് തന്നെ വിളിക്കും. കാരണം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളാണ്, എത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണല്ലേ അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലുമായിട്ട് ചേർന്ന് നടത്തുന്നത്. ഈ കഴിഞ്ഞിടയിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ആളുകൾക്കും, എത്രയോ ആളുകൾക്കാണ് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ ത്രൂ നല്ല കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ എത്ര സേവനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിങ്ങളാരും കാണില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ആ മനുഷ്യൻ്റെ മരണമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസം ആയതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷമായതുകൊണ്ട്, അദ്ദേഹം ഒരു ചെയർമാനൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം നീയൊക്കെ ഈ രീതിയിൽ മെഴുകുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ ഇനിയെങ്കിലും പഠിക്കുക. ആദ്യം മനുഷ്യനാവടാ, പിന്നെ ഉണ്ടാക്കുന്ന നിലയും വിലയൊന്നേ എനിക്ക് ഇവന്മാരോടൊക്കെ പറയാനുള്ളൂ. ഏതുമായിക്കോട്ടെ, സംഖ്യയോ കൊങ്ങിയോ കമ്മിയോ എന്തുമായിക്കോട്ടെ, സുഡാപ്പിയോ ജിഹാദിയോ എന്തുമായിക്കോട്ടെ, അയാളുടെ രാഷ്ട്രീയവും അയാളുടെ മതവും നിങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അയാൾക്കെതിരെ സംസാരിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾ സംസാരിക്കും. ആ മനുഷ്യനോടൊപ്പം എന്നും ഉണ്ടാവും, നിലകൊള്ളുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.